വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗാണ്. ഈ ഒരു ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും കാർഡിയക് ഹാർട്ട് ഫെയിലുവർ അല്ലെങ്കിൽ അഞ്ചീന അങ്ങനെ പോലെയുള്ള അതിനകത്ത് പഠിക്കുന്ന എല്ലാ ഡ്രഗ്സുകളും ഏകദേശം നമ്മൾ കവർ ചെയ്തു പോകുന്നുണ്ടായിരിക്കും. സോ എന്താണ് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് നോക്കാം. ഹൈപ്പർ ടെൻഷൻ കോമൺ ആയിട്ടുള്ളൊരു ഡിസോർഡർ ആണ്. ഒരു മിഡിൽ ഏജ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നതാണ് കേട്ടോ. സോ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സും അല്ലെങ്കിൽ മോർബിഡിറ്റി മോർട്ടാലിറ്റി ഒക്കെ ഉള്ള ഒരു കേസ് ഓഫ് ഇതാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഹൈപ്പർ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതിൻ്റെ കോറിലേറ്റ് ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരിക അല്ലെങ്കിൽ ഈവൻ ഡെത്തിന് പോലും കാരണമാകാൻ ഹൈപ്പർ ടെൻഷന് ഉണ്ട് എന്നുള്ളതാണ്. സോ ഹൈപ്പർ ടെൻഷൻ തന്നെ നമ്മൾ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സ്ലൈറ്റ്ലി ഹൈപ്പർ ടെൻസീവ്, മോഡറേറ്റ് ആൻഡ് സിവിയർ ആൻഡ് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് ആണ്. സോ അതിൻ്റെ റേഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അതത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഫാർമക്കോളജിയിൽ ആ റേഞ്ച് പഠിക്കണം നിർബന്ധമല്ല. പക്ഷെ നിങ്ങൾ പഠിച്ചു വെക്കുക 90, 110, 110, 130, 130, 140 ആൻഡ് മോർ ദാൻ 140 ആണ്. സോ ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്ന് വെച്ചാൽ ഭയങ്കര സിവിയർ ക്രൈസിസ് ആണ്. അവിടെ നമുക്കൊരു മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷനൊക്കെ ആവശ്യമായൊരു കേസാണ്. ആൻഡ് ബേസ്ഡ് ഓൺ കോസ് ആണെങ്കിൽ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ നമുക്ക് അറിയില്ല, എന്താണ് കോസ് നമുക്കറിയില്ല. സെക്കൻഡറി ആണെങ്കിൽ റീനൽ ആർട്ടറി ഡിസീസോ പ്രഗ്നൻസിയോ അല്ലെങ്കിൽ ഫീനോക്രോമോസൈറ്റോമ കാരണമായിരിക്കും സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ കൂടുതലായിട്ട് പേഷ്യൻസിൽ കാണാനുള്ള ചാൻസ്. സോ ഇലക്ട്രോലൈറ്റ് ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഹൈപ്പർ ടെൻഷനെ ബാധിക്കുന്നത്, അതായത് എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് അതെങ്ങനെ ബാധിക്കുന്നതാണ്. സോഡിയം റിട്ടൻഷൻ കൂടുകയാണ്, ബ്ലഡ് വോളിയം കൂടുകയാണ്, പെരിഫറൽ റെസിസ്റ്റൻസ് കൂടുകയാണ് ആൻഡ് ബ്ലഡ് പ്രഷറും കൂടുകയാണ് എന്നുള്ളതാണ്. ഇത്രയുമാണ് നമുക്ക് ഇലക്ട്രോലൈറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഫാക്ടേഴ്സ് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് ആണ്. ഇതിൽ പല ഡ്രഗ്സുകൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. ഡയൂററ്റിക്സ് ഉണ്ട്, തൈസൈഡ്, ലൂപ്പ് ആൻഡ് പൊട്ടാസ്യം സ്പെയറിംഗ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ലൂപ്പ് ഡയൂററ്റിക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഫ്രൂസിമൈഡ് ആണ് ആൻഡ് ഹൈഡ്രോക്ലോറോ തൈസൈഡ്, സ്പൈറനോലാക്ടൻ ഒക്കെ എക്സാമ്പിൾ വരുന്നത്. AC ഇൻഹിബിറ്റർ ആണെങ്കിൽ പ്രില്ലായിരിക്കും വരിക. ക്യാപ്റ്റോപ്രിൽ, എൻലാപ്രിൽ, ലിസ്നോപ്രിൽ. ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ആണെങ്കിൽ ലോസാർട്ടൻ, വൽസാർട്ടൻ, ടെൽമിസാർട്ടൻ. ഡിറക്റ്റ് ബ്രെനിൻ ഇൻഹിബിറ്റർ ആണെങ്കിൽ അൽസ്കിറിൻ ആണ്. കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നോ ഡൈഹൈഡ്രോ പിറിഡീൻസും ഉണ്ട്, ഡൈഹൈഡ്രോ പിറിഡീൻസും ഉണ്ട്. നോൺ ആണെങ്കിൽ വരാപ്പമൈൽ ഡിൽറ്റിയാസം. ഡൈഹൈഡ്രോ ആണെങ്കിൽ അമലോഡിപ്പിൻ ആൻഡ് നിഫാഡിപ്പിൻ ആണ്. ബീറ്റ അഡ്രനർജിക് ബ്ലോക്കേഴ്സ് ആണെങ്കിൽ ലോളിലായിരിക്കും, മെറ്റോപ്രോൾ, അറ്റനലോൾ, പ്രൊപ്പനോളായിരിക്കും. ആൽഫ പ്ലസ് ബീറ്റ ബ്ലോക്കേഴ്സ് ലബറ്റ്രോൾ ആൻഡ് കാർബിഡോൾ. ആൻഡ് ആൽഫ അഡ്രനർജിക് ബ്ലോക്കേഴ്സ് ഉണ്ട്, പ്രസോസിൻ, ട്രസോസിൻ ആണ്. ആൻഡ് സെൻട്രൽ സിമ്പത്തോലൈറ്റിക് ഉണ്ട്, ക്ലോണിൻ, മീഥൈൽ ഡോപ്പ. വാസോ ഡൈലേറ്റേഴ്സിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് കോമൺ ആയിട്ട് പഠിക്കാം, ഇല്ലെങ്കിൽ ഓരോന്നിട്ട് പഠിക്കാം. ആർട്ടിക്കുലർ ആണെങ്കിൽ മിനോക്സിഡിലൊക്കെയാണ് നമുക്ക് ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഡയോക്സോക്സൈഡ്, പിന്നെ അർട്ടിലോൾ പ്ലസ് വീനസ് ആണെങ്കിൽ സോഡിയം നൈട്രോപ്രോസൈഡ്. ഇത് നിങ്ങൾക്ക് വാസോ ഡൈലേറ്റേഴ്സിൽ കോമൺ ആയിട്ട് പഠിക്കാം, സബ് ക്ലാസിഫൈ ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല. അപ്പം ഇത്രയുമാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റി ഡയൂററ്റിക് ഡ്രഗ്. ഇത്രയും പഠിച്ചേ പറ്റൂ, ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും വരാം. ഇനി ഡയൂററ്റിക്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കാം. തൈസൈഡ് ആണെങ്കിൽ ഇൻഹിബിറ്റ് സോഡിയം കാൽഷ്യം സിമ്പോർട്ട് ഇൻ ദ ഡിസ്റ്റൽ കൺവൽ ട്യൂബിൾ. നമ്മുടെ ഡിസ്റ്റൽ കൺവൽ ട്യൂബിളിലെ സോഡിയം ക്ലോറിൻ്റെ എന്ത് ചെയ്യുന്നു, ഇൻഹിബിഷനാണ് നടക്കുന്നത്. സോ കാർഡിയക് ഔട്ട്പുട്ട് കുറയുകയും BP ഫാൾ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. തൈസൈഡിൻ്റെ മേജർ മെക്കാനിസം. ലൂപ്പ് ഡയൂററ്റിക്സ് ആണെങ്കിൽ ഹൈ സീലിംഗ് ഡയൂററ്റിക്സ് ആണ്. സോഡിയം പൊട്ടാഷ്യം ക്ലോറിൻ ട്രാൻസ്പോർട്ട് ഇൻ ദ തിക്കൻ അസെൻഡിക് ലൂപ്പ് ഓഫ് ഹെൻലി. സോ അവിടെ എന്താണ് ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക എവിടെ, ലൂപ്പ് ഓഫ് ഹെൻലിയിൽ. അങ്ങനെ പ്ലാസ്മ വോളിയം കുറയുന്നു, അത് കാരണം കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നു, അങ്ങനെ BP ഫാൾ ഡൗൺ ചെയ്യുന്നു. പൊട്ടാസ്യം സ്പെയറിൻ ഡയൂററ്റിക് ആണെങ്കിലോ വീക്ക് ആൻറ്റി ഹൈപ്പർടെൻസീവ് എഫക്റ്റ് ആണ്, എലോൺ യൂസ്ഡ് വിത്ത് തൈസൈഡ് ടു പ്രിവെന്റ് ഹൈപ്പോകലീമിയ നമുക്ക് പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഒക്കെ ഞാൻ സിമ്പിൾ ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എഴുതുമ്പോൾ അത് ഇച്ചിരി ഇലാബറേറ്റ് ചെയ്ത് തന്നെ എഴുതണം, ഇതുപോലെയൊന്നും വരച്ചൊന്നും വെക്കരുത്. ആൻഡ് യൂസ് ഓഫ് ഡയൂററ്റിക്സ് ആണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, CHF ഉപയോഗിക്കുന്നു, പൾമണറി എഡിമ ആൻഡ് റീനൽ ഡിസോർഡർ. ഇത്രയും കാര്യങ്ങളാണെന്ന് ആലോചിക്കുക. ഇനി സൈഡ് എഫക്റ്റ് ഓഫ് ഡയൂററ്റിക്സ് ആണ്. ഓരോന്നിനും ഓരോ ഞാൻ കൊടുത്തിട്ടുണ്ട്. തൈസൈഡ് ആണെങ്കിൽ ഹൈപ്പോകലീമിയ, മെറ്റബോളിക് ആൽക്കലോസിസ്. ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നമ്മുടെ കോമ്പറ്റേറ്റീവിലൊക്കെ ചോദിക്കും. ഡീഹൈഡ്രേഷൻ, ഇലക്ട്രിക് ഇംബാലൻസ്. പൊട്ടാസ്യം സ്പെയറിംഗ് ആണെങ്കിൽ ഹൈപ്പോകലീമ, മെറ്റബോളിക് അസിഡോസിസ് ആണ്. AC ഇൻഹിബിറ്റേഴ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ബ്ലോക്ക് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ആണ്. സോ AC ഇൻഹിബിറ്റേഴ്സ് മെയിൻലി എന്ത് ചെയ്യുന്നു,
ആൻജിയോടെൻസിൻ കൺവേർട്ടിങ് എൻസൈംസിനെയാണ് എന്തെന്ന് ബ്ലോക്ക് ചെയ്യുന്നത്. അത് ആൻജിയോടെൻസിൻ 2 ഇൻഹിബിറ്റ് ചെയ്യുന്നുള്ളതാണ്. സോ അൾഡോസ്റ്ററോണിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, സോഡിയം വാട്ടർ റിട്ടൻഷൻ ഇൻഹിബിറ്റ് ആവുന്നു. സോ ബ്രാഡിക്കിൻ കൂടുന്ന സമയത്ത് നൈട്രിക് ഓക്സൈഡ് ആൻഡ് പ്രോസ്റ്റോസൈക്ലിൻ കൂടുകയും അങ്ങനെ വാസോ ഡൈലേഷൻ ഉണ്ടാവുന്നു. അങ്ങനെ പ്രീലോഡും ആഫ്റ്റർ ലോഡും കുറയുവാണ് ചെയ്യുക, ആൻഡ് കാർഡിയക് വർക്ക് ലോഡ് കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ACE ഇൻഹിബിറ്റേഴ്സ് ആണ് ബ്ലോക്ക് ആൻജിയോടെൻസിൻ കൺവേർട്ടിങ് എൻസൈം, ACE ആണ് നമ്മൾ ബേസിക് ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നത്. അത് കാരണം എന്ത് ചെയ്യുന്നു, ആൻജിയോടെൻസിൻ 2 എന്താവുന്നു, ഇൻഹിബിറ്റ് ആവുന്നു അല്ലെങ്കിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അൾഡോസ്റ്ററോൺ കുറയുന്നു, സോഡിയം വാട്ടർ റിട്ടൻഷൻ എന്തെന്ന് കുറയുവാണ് ചെയ്യുക. ബ്രാഡിക്കിൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നൈട്രിക് ഓക്സൈഡ് ആൻഡ് പ്രോസ്റ്റാസൈക്ലിൻ കൂടുവാണ് ചെയ്യുക, അങ്ങനെ വാസോ ഡൈലേഷൻ ഉണ്ടാവുന്നു. ആൻഡ് പ്രീലോഡും ആഫ്റ്റർ ലോഡും കുറയുന്ന കാരണം കാർഡിയാക് വർക്ക് ലോഡ് കുറയുവാണ് ചെയ്യുക. ഇതൊക്കെ ബേസിക് കാര്യമാണ്. ഇനി ക്യാപ്റ്റോപ്പറിലാണ്. സോ അബ്സോർപ്ഷൻ 70% അപ്രോക്സിമേറ്റ് ഓറൽ ഡിസ്ട്രിബ്യൂഷൻ, പുവർ BB പെനിട്രേഷൻ, നമുക്ക് ഇങ്ങനെ ഒരു ബ്ലഡ് ബ്രെയിൻ ബാർ ഒന്നും കടന്നൊന്നും പോവില്ല. കൂടുതൽ മെറ്റബോളിസം ലിവറിലാണ് ആൻഡ് അൺചേഞ്ച് ഇൻ യൂറിനിലാണ് കേട്ടോ. കൂടുതൽ നമുക്ക് യൂറിനിൽ കാണാൻ പറ്റും. യൂസ് ഹൈപ്പർ ടെൻഷൻ, CHF, മയോകാർഡ് ഇൻഫാക്ഷൻ, ഡയബറ്റിക് നെഫ്രോപ്പതി ആൻഡ് അഡ്വേഴ്സ് എഫക്ട് വെച്ചാൽ ഹൈപ്പോ ടെൻഷൻ ഒരു പ്രശ്നമാണ് കേട്ടോ. ആൻഡ് ഡ്രൈ കഫ്, മിക്കവാറും ഒക്കെ ക്യാപ്റ്റോപ്പിൽ കഴിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ചുമയുണ്ടാവും. അതിന് കാരണം എന്താണ്, ബ്രാഡിക്കിൻ കൂടുന്നത് കൊണ്ടാണ് കേട്ടോ. റാഷസ് ഉണ്ടാകാം, ആൻജിയോ എഡിമയൊക്കെ നോർമലി കാണാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ ഇത് നോക്കിക്കോളാം. നെക്സ്റ്റ് വൺ ഈസ് ആൻജിയോടെൻസിൻ ആൻറ്റഗോണിസ്റ്റ് ആണ്, ARB ആണ്. സോ ഇതിൻ്റെ ഒരു സിമ്പിൾ റെപ്രസെൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് വായിച്ചതിന് ശേഷം നോക്കുവാണെങ്കിൽ ഭയങ്കര ഐഡിയ കിട്ടും. സോ ലൊസാർട്ടൻ, കാർഡിസാർട്ടൻ എല്ലാം സാർട്ടനിലായിരിക്കും അവസാനിക്കുന്നുണ്ടാവുക. മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുവാണെങ്കിൽ ആൻജിയോടെൻസിൻ 2 റിസപ്റ്ററിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അങ്ങനെ ആർട്ടീരിയൽ ആൻഡ് വീനസ് ഡൈലേഷൻ ഉണ്ടാവുകയും അങ്ങനെ അൾഡോസ്റ്ററോൺ സെക്രീഷൻ ഇൻഹിബിറ്റ് ആവുകയും ചെയ്യുന്നു. ആൻഡ് BP കുറയുന്നു, സോൾട്ട് ആൻഡ് വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവുന്നു. അത് മാത്രമല്ല, ഡു നോട്ട് ഇൻക്രീസ് ബ്രാഡിക്കിൻ ലെവൽ. ബ്രാഡിക്കിൻ ലെവൽ ഒരു കാരണവശാലും എന്തെങ്കിലും ഇൻക്രീസ് ആവില്ല. ഇനി റിസപ്റ്റർ എഫക്റ്റ് ആണ്. 81 വാസ്കുലർ സ്മൂത്ത് മസിൽ മയോകാർഡിയം എന്ന് പറയും. GPCR മീഡിയേറ്റ് വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുന്നു. സോ നിങ്ങളൊരു കാര്യം ചെയ്യുക, ആദ്യം ഇത്രയും കാര്യം എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിക്കുക. ഇവിടെ എന്താണ്, ഒരിക്കലും ബ്രാഡിക്കിൻ ലെവൽ കൂടില്ല എന്നുള്ളത്. കാര്യം നമ്മൾ AC ഇൻഹിബിറ്റേഴ്സിൽ ബ്രാഡിക്കിൻ കൂടുമെന്ന് പറഞ്ഞു, ഇവിടെ ബ്രാഡിക്കിൻ കൂടില്ല. പക്ഷേ ആൻജിയോടെൻസിൻ ആൻജിയോടെൻസിൻ 2 ടൈപ്പ് 1 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്നത് അല്ലേ. സോ റിസപ്റ്റർ എഫക്റ്റിലാണെങ്കിൽ 81 ആണ്. അവിടെ ഞാൻ പറഞ്ഞതുപോലെ GPCR മീഡിയേറ്റ് വാസോ കൺസ്ട്രക്ഷനും അങ്ങനെ അൾഡോസ്റ്ററോൺ സെക്രീഷൻ പ്രൊമോട്ട് ചെയ്യുകയും അങ്ങനെ സെൽ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. 82 ആണെങ്കിൽ ഫീറ്റൽ ടിഷ്യൂ അഡിനൽ മെഡുല്ല ഇൻ അഡൾട്ട്സ് പ്രൊമോട്ട് വാസോഡൈലേഷൻ, അപ്പോപ്റ്റോസിസ് ആൻഡ് ആൻറ്റി പ്രോലിഫറേറ്റീവ് എഫക്റ്റ്. ഇത്രയും എഫക്റ്റ് ആണുള്ളത്. ഇത് ഈ GPAT ഒക്കെ നോക്കുന്ന ആൾക്കാർ നോക്കിയാൽ മതിയായിരിക്കും. നമ്മൾ ഡിഗ്രി എക്സാം എഴുതുന്ന ആൾക്കാർ ഇത്രയൊന്നും നോക്കണ്ട. ഈ ഒരു പോയിന്റ് വെച്ച് നമുക്ക് നിർത്താം കേട്ടോ. സോ ഫാർമക്കോളജിക്കൽ എഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ റിലാക്സ് ഓഫ് സ്മൂത്ത് മസിൽ, വാസോഡൈലേഷൻ, റീനൽ സോൾട്ട് ആൻഡ് വാട്ടർ എക്സ്ക്രീഷൻ കൂട്ടുന്നു ആൻഡ് ഡിക്രീസ് ഇൻ പ്ലാസ്മ വോളിയം ആൻഡ് ഹൈപ്പർട്രോപ്പി. ഇത്രയാണ് ഉള്ളത്. ഈ ഒരു ഗ്രാഫ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കണ്ടോ. ARB അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ ബ്ലോക്ക് 81 റിസപ്റ്റർ എഫക്റ്റ്, 82 റിസപ്റ്റർ എഫക്റ്റ്. 81 ആണെങ്കിൽ വാസോഡൈലേഷൻ, അൾഡോസ്റ്ററോൺ സെക്രീഷൻ കാരണം എന്തെയ്യുന്നു, വെള്ളവും വാട്ടറും കുറയുവാണ് ചെയ്യുക, റിട്ടൻഷൻ കുറയുവാണ് ചെയ്യുക. ഡിക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ, നോൺ ഇൻക്രീസ് ഇൻ ബ്രാഡിക്കിൻ ലെവൽ. 81 ആണെങ്കിൽ വാസോ കൺസ്ട്രക്ഷൻ, സെൽ ഗ്രോത്ത്. 82 ആണെങ്കിൽ വാസോഡൈലേഷൻ, ആൻറ്റി പ്രൊലിഫറേഷൻ എഫക്റ്റ്. അപ്പോൾ ഈ ഒരു വായിച്ചിട്ട് ഈ ഒരു ഗ്രാഫും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഐഡിയ കിട്ടും കേട്ടോ. സോ യൂസ് പറയുവാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഡയബറ്റിക് നെഫ്രോപ്പതി. സൈഡ് എഫക്റ്റ് ആണെങ്കിൽ നമുക്ക് ആ ലൊസാർട്ടൻ തന്നെ പഠിച്ചാൽ മതി. L for ലോ ബ്ലഡ് പ്രഷർ, O for others, ഫെറ്റീഗ്, ഹെഡേക്ക്, ഡിസിനസ്, സ്വെല്ലിംഗ്, അലർജി റിയാക്ഷൻ, റേസ്ഡ് പൊട്ടാസ്യം, ടെറാട്ടോജനിക്, അതായത് വയറ്റിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രഷർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പ്രഗ്നൻസി സമയത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, അന്നീസൽ കൺജഷൻ. ഇത്രയുമാണ് സൈഡ് എഫക്റ്റ് വരുന്നത്. 1-2 പഠിച്ചാൽ മാത്രം മതിയായിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഡിറക്റ്റ് റെനിൻ ഇൻഹിബിറ്റർ അലിസ്കിറിൻ ആണ്. സോ നമ്മൾ അത് പഠിക്കുന്ന മുന്നേ നമുക്ക് ഇവിടെ നോക്കാം. ഡിറക്റ്റ് റെനിൻ ഇൻഹിബിറ്റ് അലിസ്കിറിൻ ആണ്. അവിടെ ഇൻഹിബിറ്റ് റെനിനും കാൽഷ്യം ചാനൽ ബ്ലോക്കും ചെയ്യും. റെനിൻ ആണ് ഇൻഹിബിറ്റ് ചെയ്യുന്നതെങ്കിൽ ആൻജിയോടെൻസിൻ 1 ബ്ലോക്ക് ചെയ്യുന്നത്. റെഡ്യൂസ് ബ്ലഡ് പ്രഷർ അങ്ങനെ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ സൈഡ് എഫക്റ്റ് ഉണ്ട്. ഡയറിയ, കഫ്, ആൻജിയോഡിമ ആൻഡ് കോൺട്രാ ഇൻഡിക്കേഷൻ ഇൻ പ്രഗ്നൻസി. ഇനി കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഹിബിറ്റ് വോൾട്ടേജ് ഡിപ്പെൻഡിങ് കാൽഷ്യം ചാനൽ, സ്മൂത്ത് മസിൽ റിലാക്സ് ചെയ്യുന്നു, അങ്ങനെ പെരിഫറൽ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നു, അങ്ങനെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയാണ് ചെയ്യുക. ആൻഡ് അതിൻ്റെ ഫർദർലി ക്ലാസ്സസ് ആണ് എന്നുണ്ടെങ്കിൽ ഡൈഹൈഡ്രോപിരിഡീൻസും നോൺ ഡൈഹൈഡ്രോപിരിഡീൻസും, സ്ട്രോങ് വാസ്കുലർ ആക്ഷൻ ആൻഡ് കാർഡിയാക് എഫക്റ്റ്. ഇവിടെ ഡയറക്റ്റ് റെനിൻ ഇൻഹിബിറ്റേഴ്സിൽ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്.
ഒന്ന് അലിസ്കിറിനെ പഠിച്ചു, പിന്നെ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സും പഠിച്ചു. സെപ്പറേറ്റ് ആണ് കേട്ടോ, ഞാൻ രണ്ടിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഇത് അലിസ്കിറിൻ്റെയും കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിൻ്റെയും എഫക്റ്റുകൾ കൊടുത്തുന്നുള്ളൂ, രണ്ടും കൂടെ ഒരുമിച്ച് അണ്ടറിൽ പഠിക്കരുത്. മെക്കാനിസം നോക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആൻജിയോടെൻസിനെ ആൻജിയോടെൻസിൻ ടു ആൻജിയോടെൻസിൻ 1 ആയിട്ട് കൺവേർട്ട് ആവുന്നതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. ആര്? അലിസ്കിറിൻ കേട്ടോ. അങ്ങനെ AC ഇൻഹിബിഷനും ARBSും അപ്സ്ട്രീം ചെയ്യുന്നു. എഫക്റ്റ് ആണെങ്കിൽ BP എങ്ങനെയാണോ AC ഇൻഹിബിറ്ററിൽ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്ത് കുറയുവാണ് ചെയ്യുക. ലെസ് കഫാണ് ആൻജിയോഡിമ കമ്പയർ ടു AC ഇൻഹിബിറ്റർ. AC ഇൻഹിബിറ്ററിന് കഫ് ഉണ്ടാവുക, ആൻജിയോഡിമയൊക്കെ ഉണ്ടാവും, ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. സൈഡ് എഫക്റ്റ് ഡയറിയ, കഫ്, ആൻജിയോഡിമ, കോൺട്രാ ഇൻഡിക്കേറ്റ് ഇൻ പ്രഗ്നൻസി ആണ്. ഇനിയാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. നിങ്ങൾ പല ക്ലാസ്സുകളിലും പഠിക്കുന്നതാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഡൈഹൈഡ്രോപിരിഡീൻസും ഉണ്ട്, നോൺ ഡൈഹൈഡ്രോപിരിഡീൻസും ഉണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ഫർദർലി ക്ലാസ്സസ് ഉണ്ട്. ഡൈഹൈഡ്രോ ഉണ്ട്, നോൺ ഡൈഹൈഡ്രോ ഉണ്ട്. അവിടെയാണ് നിഫിഡിപ്പിൻ, അമലോഡിപ്പിൻ, വെരാപ്പമൈൽ, ഡിൽറ്റിയാസം. മെക്കാനിസം വേർഷൻ സെയിം ആണ്. കാൽഷ്യം 2+ ചാനലിനെ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്താണ് ഇൻഹിബിറ്റ് ചെയ്യുവാണ് ചെയ്യുക. അങ്ങനെ സെല്ലിനകത്തുള്ള കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുക. സ്മൂത്ത് മസിൽ റിലാക്സേഷൻ, പെരിഫറൽ റെസിസ്റ്റൻസ്, അങ്ങനെ BP കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഫാർമക്കോളജിക്കൽ ആക്ഷൻ പറയുവാണെങ്കിൽ സ്മൂത്ത് മസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു റിലാക്സ് ചെയ്യുന്നു, ദാറ്റ് മീൻസ് വാസോ ഡൈലേഷൻ ആണ്. ഹേർട്ട് ആണെങ്കിൽ നെഗറ്റീവ് യൂണോട്രോപ്പിക് ആൻഡ് ക്രോണോട്രോപ്പിക് ആൻഡ് ഡ്രോമോട്രോപ്പിക് എഫക്ട്, മെയിൻലി വെരാപ്പമൈലിന് ഡ്രോമോട്രോപ്പിക് എഫക്ട് ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിനൊക്കെ ചോദിക്കാം. യൂസ് ഹൈപ്പർ ടെൻഷൻ, ആൻജീന, സുപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ ആൻഡ് ഫിബ്രിലേഷൻ, ഇതൊക്കെയാണ് എക്സാമ്പിൾ. 2-3 എക്സാമ്പിൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 3 മാത്രം 3-4 പഠിക്കുക മാക്സിമം കേട്ടോ. സൈഡ് എഫക്റ്റ് ഹൈപ്പോടെൻഷൻ, ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് ബ്ലോക്ക്, അരിത്തീമിയ, ഫ്ലഷിംഗ്, ഹെഡ് ഏക്ക്, എഡിമ, റാഷസ്, കോൺസ്റ്റിപ്പേഷൻ, നൗസിയ ആൻഡ് ഫോട്ടോ സെൻസിറ്റിവിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നെക്സ്റ്റ് ബീറ്റ അഡ്രെനർജിക് ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ ബീറ്റ ബ്ലോക്കേഴ്സ് ആണ്. നോൺ സെലക്റ്റീവ് ഉണ്ട്, പ്രൊപ്പനോൾ, നൊഡലോൾ. കാർഡിയോ സെലക്റ്റീവ് ആണെങ്കിൽ മെറ്റോപ്രോൾ, അറ്റനോൾ, ബിസ്പെർനോൾ. വിത്ത് ISA അല്ലെങ്കിൽ പാർഷ്യൽ അഗോണിസ്റ്റ് ആക്ടിവിറ്റി ആണെങ്കിൽ പിൻഡലോൾ, അസിബ്യൂറ്റലോൾ. ആൻഡ് വിത്ത് ആൽഫ ബ്ലോക്കിംഗ് എഫക്റ്റ് ആണെങ്കിൽ ലബറ്റലോൾ ആൻഡ് കാർബിഡിലോൾ ആണ്. മെക്കാനിസം പറയുവാണെങ്കിൽ ഡിക്രീസ് ഹാർട്ട് റേറ്റ് ആൻഡ് കോൺട്രാക്ടിലിറ്റി. ഹാർട്ട് റേറ്റും കോൺട്രാക്ടിലിറ്റിയും കുറയ്ക്കുവാണ് ചെയ്യുക, അങ്ങനെ കാർഡിയക് ഔട്ട്പുട്ട് കുറയ്ക്കുന്നു. ആൻഡ് റെനിൻ സെക്രീഷൻ കുറയ്ക്കുവാണ് ചെയ്യുക. ലോങ് ടേം ആണെങ്കിൽ റെഡ്യൂസ് പെരിഫറൽ റെസിസ്റ്റൻസ്. ലോങ് ടേമിൽ കൊടുക്കുവാണെങ്കിൽ പെരിഫറൽ റെസിസ്റ്റൻസിൽ നിന്ന് കുറയുവാണ് ചെയ്യുന്നത്. ഇതൊക്കെ സിമ്പിളാണ്, അത്ര വലിയ നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ബേസിക് കൺസെപ്റ്റ് പഠിച്ച് നിങ്ങൾക്ക് എഴുതാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫാർമക്കോളജിക്കൽ ആക്ഷൻ ആണെങ്കിൽ കോൺട്രാക്ടിലിറ്റി കുറയ്ക്കുവാണ് ചെയ്യുക. HR, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, O2 ഡിമാൻഡൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ബ്ലഡ് വെസൽസിലാണെങ്കിലോ ആദ്യം ഒന്ന് TPR ഒന്ന് കൂടും. ഇൻസുലിൻ റൈസിൻ TPR ഡ്യൂ ടു അൺഓപ്പോസിറ്റ് ആൽഫ ബട്ട് അഡാപ്റ്റ് ഓവർ ടൈം. സോ ആദ്യം ഒന്ന് TPR കൂടിയതിന് ശേഷം പിന്നെ അത് കുറയുവാണ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ സിമ്പിളാണ്. ചില ആൾക്കാർ വിചാരിക്കുക ഇതെന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നല്ല. ആ ഒരു ബേസിക് മെക്കാനിസം പഠിക്കാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാകും കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് യൂസ് ആണ്. യൂസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1, 2, 3 യൂസൊക്കെ പഠിക്കുക. സോ TPR ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ആണ് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ച് പോകരുത്. സോ ഹൈപ്പർ ടെൻഷൻ, മൈൽഡ് ടു മോഡറേറ്റ് ഹാർട്ട് ഫെയിലിയർ, ഇസ്കീമിയ ഹാർട്ട് ഡിസീസ്, പോസ്റ്റ് MI പ്രൊട്ടക്ഷൻ, പിന്നെ ടാക്കി അരിത്തീമിയൊക്കെയാണ്. സൈഡ് എഫക്റ്റ് ബ്രാഡിക്കാർഡിയ, ഹൈപ്പോടെൻഷൻ, കോൾഡ് എക്സ്ട്രിമിറ്റീസ് ആൻഡ് ഫെറ്റീഗ്, ബ്രോങ്കിയോസ്പാസം, നോൺ സെലക്റ്റീവ് ഉണ്ടാകും. എറക്ടൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകും കേട്ടോ. ബീറ്റ ബ്ലോക്കേഴ്സ് കഴിക്കുന്ന ആൾക്കാർക്ക് എറക്ടൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകും, അത് ഒരു മേജർ പ്രോബ്ലം ആണ്. അപ്പോൾ BP മരുന്ന് കഴിക്കുന്നവർക്ക് ഒരു സെക്ഷൽ ലൈഫ് കിട്ടുന്നില്ല എന്നൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റ് പറയും. അപ്പോൾ മനസ്സിലാക്കാതെ ബീറ്റ ബ്ലോക്കേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. ഇനി അതർ മെക്കാനിസം ഓഫ് ബീറ്റ ബ്ലോക്കേഴ്സ് ആണ്. സോ ഇത് ബീറ്റ ബ്ലോക്കേഴ്സ് മാത്രം എടുത്ത് എക്സാമിന് ചോദിക്കുവാണെങ്കിൽ എഴുതേണ്ട കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ പറയാൻ പോകുന്ന അതർ മെക്കാനിസംസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഇൻഡയറക്റ്റ് മെക്കാനിസം ആണ്. ഇവിടെ നോറെപ്പിനെഫ്രിൻ്റെ അളവ് കുറയ്ക്കുവാണ് ചെയ്യുക. ഇവിടെ സിമ്പത്തറ്റിക് ടേമിൽ നിന്ന് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രീ സിനാപ്റ്റിക് ബീറ്റ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഒന്നും കൂടെ പറയാം, പ്രീ സിനാപ്റ്റിക് ബീറ്റ ബ്ലോക്കേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, നോറെപ്പിനെഫ്രിൻ കുറയുന്നു എന്നുള്ളതാണ്. ആൻഡ് റെനിൻ്റെ റിലീസ് കുറയുന്നു. ആൻഡ് സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ എന്ത് ചെയ്യുന്നു, കുറയുവാണ് ചെയ്യേണ്ടത്. ഇവിടെ എല്ലാം കുറയുവാണ് ചെയ്യുന്നത്, മറന്നു പോകരുത്. ഈ റെസ്പിറേറ്ററി എഫക്റ്റിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ആസ്മയുള്ള പേഷ്യൻസിന് ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവർക്ക് ബ്രോങ്കോസ്പാസം പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം, ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഉണ്ടാവാം ആൻഡ് ബ്രോങ്കോ ഡൈലേഷൻ ഉണ്ടാകാം എന്നുള്ളതാണ്. ബീറ്റ 2 റിസപ്റ്റേഴ്സ് ബ്രോങ്കിയിൽ കേട്ടോ. ആൻഡ് മെറ്റബോളിക് എഫക്റ്റ് പറയുവാണെങ്കിൽ ഗ്ലൈക്കോജിയോനോലൈസിസ് ലിവറിൽ ഉണ്ടാവും എന്നുള്ളതാണ്. സോ അവിടെ മെറ്റബോളിക് പ്രോസസ് ഓഫ് ഗ്ലൈക്കോജൻ ആണ്, പ്രൈമർലി കാർബോഹൈഡ്രേറ്റ് സ്റ്റോർഡ് ഇൻ ആനിമൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ബ്രോക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ഉണ്ടാവും, അങ്ങനെയാണ് നമുക്ക് എനർജി കിട്ടുക അല്ലേ. സോ നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പം പ്രൊപ്പനോൾ ഇൻഹിബിറ്റ് ബീറ്റ 2 ബ്ലോക്കേഴ്സ് മീഡിയേറ്റ് ഗ്ലൈക്കോ
ജിയോനോലൈസിസ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഗ്ലൈക്കോനിയോജനലൈസിസ് എന്ത് ചെയ്യുന്നു, കുറയ്ക്കുവാണ് ചെയ്യുക. എങ്ങനെയാണ് ചെയ്യുന്നത്? β2 ബ്ലോക്കേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട്. അത് മാത്രമല്ല ഹൈപ്പോഗ്ലൈസീമിയുടെ സിംറ്റംസ് കുറയ്ക്കുവാണ് ചെയ്യുക. അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആൻഡ് ഇൻക്രീസ് പ്ലാസ്മ ട്രൈഗ്ലിസറൈഡ്സിൽ നിന്ന് കൂട്ടുവാണ് ചെയ്യുക. ആൻഡ് LDL HDL റേഷ്യോ കൂട്ടുവാണ് ചെയ്യുക. ഇനി ഓക്കുലർ എഫക്റ്റ്, കണ്ണിലാണെന്നുണ്ടെങ്കിലും അക്വസ് ഹ്യൂമറൽ സെക്രീഷൻ കൂട്ടുവാണ് ചെയ്യുക. ആൻഡ് റെഡ്യൂസ് ഇൻട്രാ ഓക്കുലർ പ്രഷർ, ഇതാണ് IP കൂടും. ആൻഡ് അതുകൊണ്ട് തന്നെ യൂസ് ഇൻ ഗ്ലോക്കോമയ്ക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു ഞാൻ ഇവിടെ? ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രീസിനാപ്റ്റിക് ബീറ്റ ബ്ലോക്കേഴ്സിൻ്റെ ബ്ലോക്കേജ്, ആൻഡ് ആസ്മയുടെ കോൺട്രാ ഇൻഡിക്കേഷൻ, ആൻഡ് ഗ്ലൂക്കോജിയോനോലൈസിസ് നിന്ന് ബ്ലോക്ക് ചെയ്യുന്നു, ആൻഡ് ഗ്ലൂക്കോമയ്ക്കും കൊടുക്കുന്നു. ഇത് ഇത്രയും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ആൻഡ് ഫാർമോകൈനറ്റിക് ആണ്. ഓറലി കൂടെ നല്ലപോലെ അബ്സോർബ് ചെയ്യും. പ്രൊപ്പനോൾ എക്സ്റ്റെൻസീവ്ലി ഫസ്റ്റ് പാസ് മെറ്റബോളിസിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുക. ക്രോണിക് യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ഇറ്റ്സ് ഓൺ ബയോ അവൈലബിലിറ്റി ബൈ റെഡ്യൂസിങ് ഹെപ്പാറ്റിക് ബ്ലഡ് ഫ്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ഇറ്റ്സ് ഓൺ ബയോ അവൈലബിലിറ്റി, അതായത് ബയോ അവൈലബിലിറ്റി കൂട്ടിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഹെപ്പാറ്റിക് ഫ്ലോ കുറയ്ക്കുവാണ് ചെയ്യേണ്ടത് ബീറ്റ ബ്ലോക്കേഴ്സ്. സോ യൂസ് ഞാൻ പറഞ്ഞതുപോലെ ഹൈപ്പർ ടെൻഷൻ, ആൻജൈന, മയോകാർഡിയൽ ഇൻഫാക്ഷൻ 2-3 എക്സാമ്പിൾ പഠിക്കുക. നോൺ കാർഡിയക് ആണെങ്കിൽ ഫീനോസൈറ്റോക്രോമ വിത്ത് ആൽഫ ബ്ലോക്കേഴ്സ്, പിന്നെ ടൈറോക്സിക്കോസിസ്, മൈഗ്രെയിൻ കൊടുക്കാം, ആങ്സൈറ്റി, ഗ്ലൂക്കോമ, പോർട്ടൽ ഹൈപ്പർ ടെൻഷനൊക്കെ കൊടുക്കാം. അഡ്വേഴ്സ് ഇഫക്റ്റും കോൺട്രാ ഇൻഡിക്കേഷൻ നമ്മൾ ഓൾറെഡി കുറേ പറഞ്ഞിരുന്നു. ആസ്മ പറഞ്ഞു, ബ്രാഡികാർഡിയ പറഞ്ഞു, പിന്നെ സിംപാറ്റിക് ടോണ് കുറയ്ക്കുന്നു എന്ന് പറഞ്ഞു. ആൻഡ് വേരിയൻ്റൽ അല്ലെങ്കിൽ പ്രിൻമെറ്റൽ എൻജൈന ഉണ്ടാവുമെന്ന് പറഞ്ഞു. പ്രിൻസ് മെറ്റലാണ് കേട്ടോ. ആൻഡ് ഇമ്പർ ഗ്ലൂക്കോസ് ടോളറൻസ് ഉണ്ടാവുന്നു. LDL HDL റേഷ്യോ കൂട്ടുന്നു എന്ന് പറഞ്ഞു. ആൻഡ് റീബോൺ ഹൈപ്പർ ടെൻഷൻ, അൻജൈന ഓൺ അബ്സ്ട്രൂ വിഡ്രോവൽ. സോ വിഡ്രോവൽ സമയത്ത് അൻജൈനയൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈവൻ ദോ ഹൈപ്പർ ടെൻഷനൊക്കെ എന്ത് ചെയ്യാം, റീബൗണ്ട് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. സോ ഇനി ആൽഫ പ്ലസ് ബീറ്റ അഡ്രനർജിക് ബ്ലോക്കേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ആൽഫ ബീറ്റ ബ്ലോക്കേജ് കമ്പൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, കുറയുകയും അങ്ങനെ BP കുറയുകയും ചെയ്യുന്നുള്ളതാണ്. ഇത് ഹൈപ്പർ ടെൻസീവ് എമർജൻസിയിൽ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. നമ്മൾ ലാസ്റ്റ് പഠിച്ചില്ലേ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ഒരു എമർജൻസി എന്ന് പറഞ്ഞില്ലേ, അവിടെയാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുക. ആൻഡ് ആൽഫ അഡ്രനർജിക് ബ്ലോക്കേഴ്സിലാണ് പ്രസോസിൻ, ഡോക്സോസിൻ ഒക്കെ വരുന്നത്. സോ ഇവിടെ ഡൈലേറ്റ് ബോത്ത് റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റീസ് വെസൽസ്. സോ എന്താണ്, ഡൈലേറ്റ്സ് ബോത്ത് റെസിസ്റ്റൻസും കപ്പാസിറ്റൻസ് വെസൽസിനെയും ഡൈലേറ്റ് ചെയ്യുന്നു. അങ്ങനെ TPRും BPയും കുറച്ച് മിനിമൽ കാർഡിയാക് ഔട്ട്പുട്ടിലേക്ക് പോവുകയാണ് ചെയ്യുക. അതർ ഏജൻസ് ആണെങ്കിൽ എന്താണ്, പെൻഡോലമൈൻ ഉണ്ട്, റിവേഴ്സിബിൾ നോൺ സെലക്റ്റീവ്. ഫിനോക്സി ബെൻസാമൈൻ ഉണ്ട്, റിവേഴ്സിബിൾ നോൺ സെലക്റ്റീവ്. ആൻഡ് ഫീനോസൈറ്റോക്രോമ ഡയഗ്നോസ്റ്റിക് ഓർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ കൊടുക്കാറുണ്ട്. സെൻട്രൽ സിമ്പത്തലൈറ്റിക് ആണെന്നുണ്ടെങ്കിൽ മീഥൈൽ ഡോപ്പയാണ്. ആൽഫ മീഥൈൽ നോർ എപ്പിനെഫ്രിനെ കൺവേർട്ട് ടു ആൽഫ മീഥൈൽ നോർ എപ്പിനെഫ്രിൻ. അങ്ങനെ സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ കുറയ്ക്കുവാണ് ചെയ്യുക. നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഇൻ പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പറ്റുന്ന സേഫസ്റ്റ് ആയിട്ട് ഡ്രഗ് ആണ് എന്ത്, മീഥൈൽ ഡോപ്പ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കും. മീഥൈൽ ഡോപ്പയിൽ തന്നെ സൈഡ് എഫക്റ്റ് ഉണ്ട്. മെൻ്റൽ സിംറ്റം, ഇലക്ട്രിക്കൽ ഇംബാലൻസ്, ടോളറൻസ്, ഹെപ്പാറ്റോസൈറ്റിക്, ഹെഡേക്ക്, സൈക്കോളജിക്കൽ ചേഞ്ച്, ലാക്ടേഷൻ, ഡ്രൈ മൗത്ത്, എഡിമ, പാർക്കിൻസോൺസ്, അനീമിയയിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈവൻ തോ പ്രഗ്നൻസിയുടെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണെങ്കിൽ തന്നെയും അവിടെയും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാര്യം ലാക്ടേഷനിലായാലും അല്ലെങ്കിൽ ഇപ്പം ഇലക്ട്രിക് ഇംബാലൻസ് ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ക്ലോണ്ട് ആണ്. സെൻട്രലി α2 അഗോണിസ്റ്റ് ആണ്. സിമ്പത്തറ്റിക് ഔട്ട്ഫ്ലോ കുറയ്ക്കുവാണ് ചെയ്യുക. ഹൈപ്പർ ടെൻഷൻ, ADHD, മൈഗ്രെയിൻ പ്രോഫിലാക്സ്, മൈഗ്രെയിൻ വരാതിരിക്കാൻ നമുക്ക് ക്ലോണ്ടിങ് കൊടുക്കാൻ പറ്റും. ആൽക്കഹോൾ വിഡ്രോവൽ ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ആൻഡ് ടൊറൈറ്റ്സ്, ക്യാൻസർ പെയിനിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. സോ ഇതൊക്കെ സിമ്പിളാണ്. ഇവിടെ നിന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് അധികം നമുക്ക് അങ്ങനെ വന്ന് കാണാറില്ല. ഡയറക്റ്റ്ലി ബീറ്റ ബ്ലോക്കേഴ്സ് എന്താണ്, അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, നമുക്ക് ചോദിച്ച് കാണാറുള്ളത് കേട്ടോ. സോ ഇനി എന്താണ് ടൊറൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നെർവസ് സിസ്റ്റം ഡിസോർഡർ ആണ് കേട്ടോ. നമുക്ക് അൺവാണ്ട് സൗണ്ടൊക്കെ നമുക്ക് കേൾക്കുന്നൊരു ഫീലിംഗ് ഉണ്ടാകും, അത് നമ്മൾ ടൊറൈറ്റ്സ് എന്ന് പറയാം. സോ സൈഡ് എഫക്റ്റ് ഡിസിനസ്, സെഡേഷൻ, ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ, ഡ്രൈ മൗത്ത്, സ്കിൻ റിയാക്ഷൻ ഒക്കെയാണ്. ഹാലൂസിനേഷൻ, അലോപേഷ്യ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ എല്ലാ BP കൊടുക്കുന്ന ഡ്രഗ്സുകൾക്കും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുകൊണ്ട് സൈഡ് എഫക്റ്റിലൊക്കെ സെയിം ആണ്. ഇനി വാസോഡൈലേറ്റേഴ്സിലാണ് നൈട്രേറ്റ്സ്, റിലീസ് ഇൻക്രീസ് CGMB, ഡീഫോസ്ഫോറിലേഷൻ, MLCക്ക് സ്മൂത്ത് മസിൽ റിലാക്സേഷൻ. സോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ നൈട്രസ് ഓക്സൈഡാണ്. നൈട്രസ് ഓക്സൈഡ് റിലീസ് ചെയ്യുകയും അങ്ങനെ CGMB കൂടുകയും അങ്ങനെ ഡീഫോസ്ഫോറിലേറ്റ് MLCK ഉണ്ടാവുകയും അങ്ങനെ സ്മൂത്ത് മസിൽ റിലാക്സേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി ഉണ്ടാവാൻ
നൈട്രസ് ഓക്സൈഡാണ്, മറന്നു പോകരുത്. നോ എന്നവിടെ എഴുതി വെക്കരുത്. ഒന്നെങ്കിൽ നൈട്രസ് ഓക്സൈഡ് എഴുതുക, ഇല്ലെങ്കിൽ ക്യാപിറ്റൽ NO എന്ന് എഴുതുക കേട്ടോ. സോ ഇവിടെ മിക്കവാറും ആൾക്കാർക്ക് ഫർദർലി വലിയൊരു ക്ലാസിഫിക്കേഷനിലേക്ക് പോവേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ വലുതായിട്ട് പഠിക്കാൻ വേണമെങ്കിൽ പറ്റും. അതായത് ഫർദർലി ക്ലാസിഫൈ ചെയ്ത് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, പക്ഷെ എൻ്റെ ആവശ്യമില്ല. ഇത്രയും മാത്രം പഠിക്കാം. ഇവിടെ എന്താണ് നൈട്രസ് ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു, അങ്ങനെ CGMP കൂടുന്നു, അങ്ങനെ ഡീഫോസ്ഫിലേഷൻ ഓഫ് ദി മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസ് MLCK എന്നാ പറയാം. ആൻഡ് ഹൈഡ്രസിൻ ആൻഡ് മിനോക്സിഡിൽ. സോ ഇതാണ് ഏട്രോ സ്മൂത്ത് മസിൽ ആക്ട് ചെയ്തതിന് ശേഷം TPR കുറയ്ക്കുകയാണ് ചെയ്യുക. ട്രാക്കിക്കാർഡി ആൻഡ് ഫ്ലൂയിഡ് റിട്ടൻഷൻ മേ ബി ഉണ്ടാകാം. ആൻഡ് ഹൈഡ്രസിൻ നമുക്ക് പ്രഗ്നൻസിയിൽ നമുക്ക് ഹൈഡ്രസിൻ സേഫ് ഇൻ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ. കാരണം പ്രഗ്നൻസി കാരണം മിക്കവാറും ആൾക്കാരും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാറുണ്ട്, അവർക്ക് നമുക്ക് സേഫാണ്. മിനോക്സിഡിൽ മെയിൻ പാറ്റേൺ ബാലൻസ്, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന കഷണ്ടിക്ക് നമുക്ക് കൊടുക്കുന്ന മരുന്നാണ്. എല്ലാവർക്കും അറിയായിരിക്കും മിനോക്സിഡിൻ്റെ യൂസ് എന്താണെന്നുള്ളത് അല്ലേ. ഇനി ഹൈപ്പർ ടെൻഷൻ ഇൻ പ്രഗ്നൻസി ആണ്. നമുക്ക് ഡ്രഗ് ഓഫ് ചോയ്സ് എവിടെയാണ്? മീത്തൽഡോപ്പയാണ്. ഇനി പാരൻ്റൽ ഡ്രഗ് ഓഫ് ചോയ്സ് നമുക്ക് IV ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏതാണ്? ഹൈഡ്രസിനാണ്. ബീറ്റ ബ്ലോക്കേഴ്സ് ആഫ്റ്റർ ഫസ്റ്റ് ട്രൈമസ്റ്റർ നമുക്ക് കൊടുക്കാം. AC ഇൻഹിബിറ്റേഴ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ARB കൊടുക്കാൻ പാടില്ല. അലസ്കിൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും പ്രഗ്നൻസിയിൽ കൊടുക്കാനായിട്ട് പാടില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഹൈപ്പർ ടെൻസി ക്രൈസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് സോഡിയം നൈട്രോപ്രസൈഡ്, ഗ്ലിസൽ ട്രൈനൈട്രേറ്റ്, എസ്മനോളൊക്കെ കൊടുക്കാൻ പറ്റും. സോ സിവിയർ BP എലിവേഷൻ വിതൗട്ട് ടാർഗറ്റ് ഓർഗൻസ്. നമുക്ക് എന്താണ് ഇതിൻ്റെ അർജൻസി എന്ന് പറയുന്നത്? സിവിയർ ആയിട്ട് BP എലിവേറ്റ് ചെയ്യും, പക്ഷേ ടാർഗറ്റ് ഓർഗനൊന്നും എഫക്റ്റും ചെയ്യില്ല. സോ ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എളുപ്പമാവുള്ളൂ. കാര്യം അവിടെ ഒന്നും ഇത്ര ഡ്രഗ്സ് പഠിക്കില്ല. ഇവിടെ എല്ലാം ഡ്രഗ്സ് പഠിച്ച് മെക്കാനിസം പഠിച്ചിട്ട് അവിടെ പോയി എന്തായാലും ഇത്രയും നമ്മൾ പഠിക്കേണ്ടാവില്ല, കുറവായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.